STP കൺട്രോൾ പാനൽ വയറിംഗ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇങ്ങനെ STP കൺട്രോൾ പാനൽ വയറിംഗ് ചെയ്യാമെന്ന് പഠിക്കാം. നമുക്ക് ഇവിടെ കാണാൻ പറ്റും, ഇവിടെ RYB പ്രിവെന്ററിൽ കൊടുത്തത്. പ്രിവെന്റർ വർക്ക് ചെയ്യാൻ ഇവിടെ ഒരു 15 എന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ഒരു ഫേസ് നമ്മൾ കൊടുക്കും. അപ്പോൾ പ്രിവെന്ററിന്റെ കോമൺ ആയിട്ട് 15 നമുക്ക് ഫേസ് കൊടുക്കും. ഇവിടെ NC ആയി 18, നടുവിലുള്ളത് 16. ഇവിടെ 18 നിന്നാണ് നമ്മൾ ഔട്ട് എടുത്തത്. 16 എന്തെങ്കിലും ഫേസ് ലോസോ ഫേസ് ഫ്രീക്വൻസി ഫേസ് ഇല്ലാതാവുമ്പോഴോ അപ്പോൾ ഇത് NC ആയിട്ട് മാറും. NC ഉള്ളത് NO ആയിട്ട് മാറും. ഇവിടെ കോണ്ടാക്ട് C ഉള്ളത് NO കോണ്ടാക്ട് ആയിട്ട് മാറും. സപ്ലൈ കടത്തി വിടുക. അപ്പോൾ ഫേസിന് ഒരു പ്രശ്നമില്ലെങ്കിൽ 15 ഫേസ് ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് 18 നിന്ന് കിട്ടും. അപ്പം ഈ 18 നിന്ന് പോകുന്ന ഫേസ് ആണ് നമ്മളെ തുടക്കം. പ്രിവെന്ററിൽ നിന്ന് പോകുന്ന ഫേസ് പോകുന്നത് എമർജൻസി സ്റ്റോപ്പ് ബട്ടണിലോട്ടാണ്. എമർജൻസി സ്റ്റോപ്പ് ബട്ടൺ കടന്ന വഴി ഇങ്ങനെ പോകും. എന്താ വെച്ചാൽ എമർജൻസി സ്റ്റോപ്പ് ബട്ടൺ ഒരു NC പോയിന്റ് ആണ്, അത് നോർമലി ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഇത് ഇൻപുട്ടിൽ കണക്ഷൻ വന്നാൽ അതേപടി ഔട്ട്പുട്ടിലോട്ട് വരും. ഇത് എമർജൻസി പുഷ് ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഇവ കോണ്ടാക്ട് കിട്ടാതിരിക്കുള്ളൂ. അപ്പോൾ എമർജൻസി പുഷ് ബട്ടൺ നോർമലി ഒന്നും ചെയ്യാത്ത സമയത്ത് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് എമർജൻസി പുഷ് ബട്ടന്റെ ഔട്ട് എടുത്തിട്ട് നേരെ പോകുന്നത് LMAX കണക്ടറിലേക്കാണ്. LMAX കണക്ടർ ഇവിടെ ഒരു ഫ്ലോട്ട് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അതായത് ഫ്ലോട്ട് സ്വിച്ചിന്റെ ഉള്ളിലൂടെ ആണ് നമുക്ക് ഔട്ട്പുട്ട് പിന്നെ കിട്ടുന്നത്. ഫ്ലോട്ട് സ്വിച്ച് മോട്ടർ വെള്ളം ഇല്ലാതാകുന്ന സമയത്ത് മോട്ടർ അടിയും. ആ സമയത്ത് ഇത് NC ആയിരിക്കും. വെള്ളം പിന്നെ ടാങ്കിൽ ഇതാകുന്ന സമയത്ത് NO ആയിരിക്കും. മോട്ടർ വെള്ളം ഇല്ലാത്ത സമയത്ത് വെള്ളം അടിയാൻ വേണ്ടിയിട്ട് അത് NC ആയി മാറും. അപ്പോൾ ഫ്ലോട്ട് സ്വിച്ചിലൂടെ കടന്നു വന്ന് അത് തിരിച്ചു പോകുന്നത് A2ലോട്ടാണ്. ഇത് റോട്ടറിയുടെ A2ലോട്ടാണ് ഇത് തിരിച്ചു പോകുന്നത്. അപ്പോ ഇത് ഒരു റോട്ടറി കണക്ഷൻ ആണ്. ഇതിന്റെ കണക്ഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ A2ൽ ഒരു ഫേസ് സപ്ലൈ കൊടുക്കുന്ന സമയത്ത് ഇത് ഒന്നിലോട്ട് തിരിക്കുമ്പോൾ A1ഉം 1ഉം ആയിട്ട് ലിങ്ക് ആവുകയും ഇത് 2ലോട്ട് തിരിക്കുമ്പോൾ A2ഉം 1ഉം ആയിട്ട് ലിങ്ക് ആവുകയും ചെയ്യും. അതേസമയം B2ലും അങ്ങനെ തന്നെയാണ്. B2ൽ ഫേസ് കൊടുക്കുന്ന സമയത്ത് ഇതിലോട്ട് തിരിക്കുമ്പോൾ 2ഉം B1ഉം തമ്മിൽ ലിങ്ക് ആവുകയും 2ലോട്ട് തിരിക്കുന്ന സമയത്ത് B2ഉം B2ഉം തമ്മിൽ ലിങ്ക് ആവുകയും ചെയ്യുന്നതാണ്. അതാണ് റോട്ടറിയുടെ കണക്ഷൻ. ഇപ്പൊ നമ്മൾ ഈ ഫ്ലോട്ട് സ്വിച്ചിന്റെ കണക്ഷൻ A2ൽ ഫേസ് ആയിട്ട് വരും. അപ്പൊ നമുക്ക് ഫേസ് വന്ന വഴി എല്ലാം പഠിച്ചല്ലോ. അപ്പോൾ ഇവിടെ A2ൽ നമുക്കൊരു ഫേസ് കിട്ടും. ആ ഫേസ് നമ്മൾ ഇവിടെ 1ലോട്ട് തിരിക്കുന്ന സമയത്ത് ഇവിടെ A1ഉം 1ഉം തമ്മിൽ ഒരു കോണ്ടാക്ട് ഉണ്ടാകും. ഇവിടെ നമ്മൾ 2ലോട്ട് തിരിക്കുന്നതിന് മാനുവൽ ആയിട്ട് വർക്ക് ചെയ്യാണ്. 1ലോട്ട് തിരിക്കുന്നത് ഓട്ടോമാറ്റിക് ആയിട്ട് ടൈമർ വഴി വർക്ക് ചെയ്യാനുമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ എന്താന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ എന്താ പറയാ, ഇത് 2ലോട്ട് തിരിക്കുകയാണ്, മാനുവൽ ആയിട്ട് വർക്ക് ചെയ്യും. 2ലോട്ട് തിരിക്കുന്ന സമയത്ത് A2ഉം 1ഉം തമ്മിൽ ലിങ്ക് ആവുകയും 1 നേരെ പോകുന്നത് OLR റിലേയിലോട്ടാണ്. OLR റിലേയിലോട്ട് ഇവിടെ NC എന്ന് പറഞ്ഞ 95, 96 എന്ന പോയിന്റ് കൊടുത്തിട്ട് അപ്പൊ 95 എന്ന പോയിന്റിലോട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് OLR ട്രിപ്പ് ആവാത്തത് കൊണ്ട് ഇത് എന്തായിരിക്കും, ഇത് ഇങ്ങോട്ട് കണക്റ്റഡ് ആവും 96ലോട്ട്. ഈ OLR ട്രിപ്പ് ആയി കഴിഞ്ഞാൽ ഇവിടെ കോണ്ടാക്ട് ഉണ്ടാവില്ല, ഇവിടെ ആയിരിക്കും കോണ്ടാക്ട് ഉണ്ടാവുക. അപ്പം ഈ OLRന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ NO ആയിരിക്കും. അപ്പോൾ ഇത് ട്രിപ്പ് ആവുക, എന്തെങ്കിലും ഓവർലോഡ് വന്ന് ട്രിപ്പ് ആവുന്ന സമയത്ത് NC ആയി മാറും, NO ആയി മാറും. അപ്പോൾ ഇവിടുത്തെ കോണ്ടാക്ട് കട്ടാവുകയും ഇവിടുത്തെ കോണ്ടാക്ട് കിട്ടുകയും. ഇപ്പൊ നിലവിൽ ഇത് കുഴപ്പമൊന്നും ഇല്ലാത്ത സമയം, മോട്ടോർ ഒരു ഓവർലോഡ് വന്ന പ്രശ്നമൊന്നും ഇല്ലാത്ത സമയം നമ്മൾ 95 കൊടുത്ത സപ്ലൈ 96 കിട്ടും.
96 നിന്ന് ഔട്ട് അത് ഈ കോണ്ടാക്ടറിന്റെ A1-ൽ കൊടുക്കുകയും ചെയ്യും. കോണ്ടാക്ടറിന്റെ A1-ൽ നിന്ന് ഫേസ് എടുത്ത് NO-യിലോട്ടും കൊടുക്കും. NO എന്ത് ചെയ്യും? കോണ്ടാക്ടർ പിടിക്കുന്ന സമയത്ത് ഈ NO-NC ആയി മാറും, ഈ NC NO ആയി മാറും. അതാണ് കോണ്ടാക്ടറിലുള്ള NO-NC ആണ്. കോണ്ടാക്ടർ A1-ൽ ഒരു ഫേസ് സപ്ലൈ വരുമ്പോൾ കോണ്ടാക്ടർ മോട്ടറിൽ നമ്മൾ കോമൺ ആയിട്ട് എല്ലാ കോണ്ടാക്ടറും ഉണ്ടാവും. ഇപ്പോൾ A1-ലോട്ട് ഒരു ഫേസ് വന്നാൽ കോണ്ടാക്ടർ പിടിക്കും. കോണ്ടാക്ടർ പിടിക്കുന്ന സമയത്ത് NO-NC ആകും, NC NO ആകും. അപ്പോൾ ഈ 3 ഫേസുകൾ തമ്മിൽ അടിയിലെ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നതാണ്. കോണ്ടാക്ടർ പിടിക്കുന്ന സമയത്തും ഈ ഫേസ് ഔട്ട്പുട്ട് ആയിട്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ NO-യിൽ നമ്മൾ ഒരു ഫേസ് സപ്ലൈ കൊടുക്കും. അപ്പോൾ ഇവിടെ NC ആയിട്ട് മാറും കോണ്ടാക്ടർ പിടിക്കുന്ന സമയത്ത്. അതിന്റെ ഔട്ട് നമ്മൾ യെല്ലോ ഇവിടുന്ന് പോവുകയാണ്, ഇൻഡിക്കേറ്ററിലോട്ടാണ് പോകുന്നത്. അത് എന്ത് ചെയ്യും? ഈ കോണ്ടാക്ട് അതായത് മോട്ടോർ വർക്ക് ആവുന്ന സമയത്ത് ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യും. ഇനി ചിത്രത്തിൽ പറഞ്ഞല്ലോ മാനുവൽ ആയിട്ടാണല്ലോ നമ്മൾ ഇപ്പോൾ ഓൺ ആക്കിയത്. ഇനി നമുക്ക് ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യാം. ഓട്ടോമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഈ റോട്ടറി സ്വിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഒന്നിലോട്ട് ഓൺ ചെയ്യണം. ഒന്നിലോട്ട് ഓൺ ചെയ്യുന്ന സമയത്ത് A2-ഉം 1-ഉം തമ്മിൽ ലിങ്ക് ആയിരുന്നത് 1-ഉം A1-ഉം തമ്മിലായിരിക്കും ലിങ്ക്. A1-ലോട്ട് സപ്ലൈ വന്നാലാണ് 1-ലോട്ട് ഔട്ട്പുട്ട് ആയിട്ട് പോവുക. അപ്പൊ A1-ൽ നിന്ന് നമ്മൾ ടൈമറിൽ നിന്നാണ് എന്ത് വരേണ്ടത്? ഒരു സപ്ലൈ വരേണ്ടത്. അപ്പോ 1-ലോട്ട് നമ്മൾ പറഞ്ഞല്ലോ കോണ്ടാക്ടറിലോട്ടാണ് 1 പോകുന്നത്. അപ്പൊ A1-ൽ ഒരു സപ്ലൈ വന്നാൽ 1-ലോട്ട് ലിങ്ക് ആവില്ല. A1-ലോട്ട് വന്നത് ടൈമറിൽ നിന്നാണ്. ടൈമറിൽ നിന്ന് വന്ന ഫേസ് എങ്ങനെ വന്നതെന്ന് വെച്ചാൽ ടൈമർ ഓൺ ആകുന്ന സമയത്തുള്ള 18 എന്ന കോൺട്രാക്റ്റിൽ നിന്നാണ് വന്നത്. അപ്പോ ആദ്യം തന്നെ 15-ൽ കോമൺ ആയിട്ട് ഞങ്ങൾ ഒരു ഫേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ A1 ടൈമർ ഓൺ ആകാൻ വേണ്ടിയിട്ട് ഒരു ഫേസ് ഇവിടെ വന്നിട്ടുണ്ട്. ഒരു ഫേസാണ് 15-ൽ കൊടുത്തത്. 15-ൽ കൊടുത്ത സമയത്ത് ഫസ്റ്റ് ടൈമിലെ അതായത് 1 മണിക്കൂർ സമയം ഇത് 18-ലോട്ട് ഇത് പോകുന്നതാണ്. 1 മണിക്കൂർ കഴിഞ്ഞാൽ ഇത് 16-ലോട്ട് മാറുന്നു. അപ്പോൾ ആദ്യത്തെ 1 മണിക്കൂർ നമുക്ക് സപ്ലൈ ഇവിടെ നമ്മൾ റോട്ടറിയിലോട്ടാണ് പറഞ്ഞ റോട്ടറിലോട്ടാണ് ഈ 18-ലെ ഫേസ് പോകുന്നത്. അപ്പോൾ ഇവിടെ ടൈമറിന് വർക്ക് ചെയ്യാൻ ഒരു ഫേസ് വന്നതെന്ന് പറഞ്ഞു. അത് വന്നത് എവിടുന്നെന്ന് വെച്ചാൽ എമർജൻസി സ്റ്റോപ്പ് വഴി എൽമാസ് കണക്ടറിലെ ഫോർട്ട് സ്വിച്ച് വഴി നമ്മൾ A2-ലേക്ക് ഒരു ഫേസ് വന്നെന്ന് പറഞ്ഞു. ആ ഫേസിൽ നിന്ന് ഇവിടുന്ന് ഒരു P1-ലോട്ട് ഒരു ഫേസ് എടുത്തിട്ടുണ്ട്. P1-ൽ നിന്നുള്ള ഫേസ് ഇവിടെ കൊടുത്തു. P2-ൽ നിന്നാണ് A1-ലോട്ട് ടൈമറിന്റെ A1-ലോട്ട് പോകുന്നത്. ടൈമറിന്റെ A1-ലോട്ട് ഫേസ് നമ്മൾ ടൈമർ ഓൺ ആവുകയും ചെയ്യും. അത് 18 ഔട്ട് വഴി A1-ലോട്ട് വരികയും ചെയ്യും. അപ്പോ ഇവിടെ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ P1-ലെ ഫേസ് എങ്ങനെ P2-ലോട്ട് മാറും? ഇവിടെ നമ്മൾ 1-ലോട്ട് ഓൺ ആക്കുന്ന സമയത്ത് A1-ഉം 1-ഉം ലിങ്ക് ആവും എന്ന് പറഞ്ഞത്. അതേസമയം B2-ലാണ് ഫേസ് കൊടുക്കുന്ന സമയത്ത് B1, 2 തമ്മിൽ ലിങ്ക് ആവെന്ന് പറയുന്നത്. അപ്പൊ 1-ലോട്ട് തിരിക്കുന്ന സമയത്ത് B1-ഉം 2-ഉം ലിങ്ക് ആയിരിക്കുമല്ലോ. B1-ൽ ഒരു ഫേസ് കൊടുത്താൽ അത് 2-ലൂടെ ലിങ്ക് ആയി പോവുകയും ചെയ്യും. A1-ലോട്ട് ഫേസ് വന്നു കഴിഞ്ഞാൽ തിരിച്ച് വന്നു കഴിഞ്ഞാൽ അത് 1 വഴി 1-ലോട്ട് തിരിക്കുന്ന സമയത്ത് കോണ്ടാക്ടറിലോട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് കോണ്ടാക്ടറിലോട്ട് ആ ടൈമിംഗ് അനുസരിച്ച് പോകും. 18-ലൂടെ 1 മണിക്കൂർ സമയത്തേക്ക് 1-ലോട്ട് പോകും. അങ്ങനെ ഒരു കോണ്ടാക്ടർ വർക്ക് ആവുന്നത് കൊണ്ട് ആ ഒരു കോണ്ടാക്ടർ വർക്ക് ആവുന്നതോടുകൂടി ഒരു മോട്ടോർ 1 മണിക്കൂർ വർക്ക് ചെയ്യും. നെക്സ്റ്റ് അടുത്ത 1 മണിക്കൂർ മറ്റൊരു മോട്ടോർ വർക്കാണ്. അപ്പം അടുത്ത രണ്ടാമത്തെ കോണ്ടാക്ടറിൽ നമ്മൾ എന്ത് ചെയ്യണം? രണ്ടാമത്തെ റോട്ടറി സ്വിച്ച് ഉപയോഗിക്കണം. രണ്ടാമത്തെ റോട്ടറി സ്വിച്ച് എന്താന്ന് വെച്ചാൽ ടൈമറിന്റെ 16-ൽ നിന്ന് വന്ന സപ്ലൈ മണിക്കൂർ കഴിഞ്ഞ് 18-ലോട്ട് മാറും. ആ 18-ൽ വരുന്ന സപ്ലൈ നമ്മൾ എന്ത് ചെയ്യണം? രണ്ടാമത്തെ കോണ്ടാക്ടറുള്ള റോട്ടറിയുടെ A1-ൽ കൊടുക്കുക. A1-ൽ കൊടുക്കുന്ന സമയത്ത് 1-ലോട്ട് തിരിക്കുന്ന സമയത്ത് ചെയ്യും A1-ലും 1-ലും സപ്ലൈ A1-ലും 1-ലും കിട്ടിയ സപ്ലൈ 1 വഴി രണ്ടാമത്തെ കോണ്ടാക്ടറിലോട്ട് പോകും. ഇവിടെ A2-ൽ ഒരു ഫേസ് അതായത് ആദ്യത്തെ റോട്ടറിയുടെ ഫേസ് A2-ൽ കൊടുത്തിട്ടുണ്ട്. അത് എന്തിനാന്ന് വെച്ചാൽ
രണ്ടാമത്തെ മോട്ടറും നമുക്ക് മാനുവൽ ആയിട്ട് വർക്ക് ചെയ്യണം. അപ്പൊ രണ്ടാമത്തെ മോട്ടർ മാനുവൽ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ A2 ഫേസ് വന്നാൽ ഇവിടെ രണ്ടിലോട്ട് തിരിക്കുന്ന സമയത്ത്, രണ്ടാണ് നമ്മൾ മാനുവൽ എന്ന് പറഞ്ഞ് രണ്ടിലോട്ട് തിരിക്കുന്ന സമയത്ത് A2 1 തമ്മിലുണ്ടാവും. അപ്പോൾ 1 ഫേസ് പാസ് ചെയ്യും, A2 1 ഉണ്ടാവും. അപ്പോൾ അതുവഴി ഫേസ് പാസ് ചെയ്യുമ്പോൾ രണ്ടാമത്തെ കോണ്ടാക്ടറിലോട്ട് A1 അതായത് ഈ സപ്ലൈ പാസ് ചെയ്യും. രണ്ടാമത്തെ കോണ്ടാക്ടറിലോട്ട് വരുന്ന സപ്ലൈ ഈ റോസ് കളറാണ്. റോസ് കളർ ഈ OLR അതായത് 95-96 വഴി A1 പോകും. ഇതിൽ നിന്നൊരു ഫേസ് എടുത്ത് N1 കൊടുത്ത് ഇതിന്റെ ഔട്ട് എടുത്ത് ഒരു ഇൻഡിക്കേറ്റർ കൊടുത്തതിനും ഇൻഡിക്കേറ്റർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. ഇതിന്റെ പവർ വയറിംഗ് സിമ്പിളാണ്. ഇത് കൺട്രോൾ വയറിംഗ് ആണ്. അതായത് ഇവിടെ തന്ന ഈ RYB ഈ ഔട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കൺട്രോൾ വയറിംഗ് ചെയ്യുന്നത്. അപ്പോ ഈ ഔട്ടിലോട്ട് പോകുന്ന വയറ് മെയിൻ വയറിംഗ്, അതായത് ആ സപ്ലൈ പാസ് ചെയ്യുന്ന വയറിംഗ് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം.